ഹലോ ഫ്രണ്ട്സ്, നാഷണൽ ഹൈവേയോട് ചേർന്ന് 300 ഏക്കർ സ്ഥലം, 70% നിരപ്പ് സ്ഥലമാണ്, 30% ചെരിവാണ്. 300 ഏക്കർ സ്ഥലം, നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലം. സ്ഥലം വടക്കാഞ്ചേരിക്ക് അടുത്താണ് കിടക്കുന്നത്, ആലത്തൂർ വടക്കാഞ്ചേരിക്ക് അടുത്ത്. 3 ലാൻഡ് ഉണ്ട്, 2 എണ്ണം ഹൈവേയിലാണ്, 3 എണ്ണം ഹൈവേയിൽ, ഒരെണ്ണം ഉള്ളിലേക്ക് കയറിയിട്ട്. ഈ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളതാണ് ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് കിടക്കുന്നത് 300 ഏക്കർ. ഈ കാണുന്ന 300 ഏക്കർ ഒരതിര് ഈ ഭാഗമാണ്. ഇവിടുന്ന് തിരിച്ചു പോകും, ലെഫ്റ്റ് സൈഡിൽ കിടക്കണ സ്ഥലം. നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് കേട്ടോ. എല്ലാ വണ്ടിയും ചെല്ലും. 300 ഏക്കർ സ്ഥലമുണ്ട്, കളക്റ്റഡ് ഭൂമിയാണത്. ഇതേപോലെ തന്നെ നാഷണൽ ഹൈവേക്ക് ഫ്രണ്ടേജായിട്ട് ഒരു 100 ഏക്കർ ഉണ്ട്, 150 ഏക്കർ ഉണ്ട്, വീണ്ടും ഒരു 100 ഏക്കർ കൂടി ഉണ്ട്. അപ്പോൾ 2 100 ഏക്കറയും ഒരു 150 ഏക്കറും. ഇത് 300 ഏക്കർ ഉണ്ട്. അങ്ങനെ 4 ലാൻഡുണ്ട്. ഇത് സെൻറ്റിന് 1.70 ചോദ്യം, നെഗോഷ്യബിളാണ്. എന്താവശ്യത്തിനും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഡ്രൈ ലാൻഡാണ്. കുറച്ച് കാലിസ്ഥലവും കുറച്ച് റബ്ബറും നിൽക്കുന്ന ഭാഗമാണ് 300 ഏക്കറിൽ. ഈ കാണുന്ന ഭാഗത്തൊക്കെ റബ്ബർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തൃശ്ശൂർ ടു പാലക്കാട് നാഷണൽ ഹൈവേയുടെ അടുത്താണ് കേട്ടോ അത് ഈ സ്ഥലം കിടക്കുന്നത്. ഒരു 300 മീറ്റർ വ്യത്യാസമുള്ളൂ നാഷണൽ ഹൈവേ ആയിട്ട്. ഇതൊരു 100 ഏക്കർ സ്ഥലമാണ് കേട്ടോ. ഇത് വില പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. സെൻറ്റിന് 2 ലക്ഷം. ഹൈവേക്ക് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥലം കിടക്കുന്നത്. വടക്കഞ്ചേരിക്ക് കുറച്ച് ദൂരമുള്ളൂ. ഈ കാണുന്ന ഒരു 150 ഏക്കർ സ്ഥലമാണ്. സെൻറ്റിന് 3 ലക്ഷം രൂപ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിളാണ്, കുറയത്.
വീണ്ടും ഒരു 100 ഏക്കറ. അപ്പോൾ 2 100 ഏക്കറയും ഒരു 150 ഏക്കറയും പിന്നെ ഒരു 300 ഏക്കറാണ് മുന്ന് കാണിച്ചത്. ഈ 3ഉം ഹൈവേഡ് ഫ്രണ്ടേജുള്ള സ്ഥലങ്ങളാണ്. റോഡൊന്നും ക്രോസ് ചെയ്ത് പോകണില്ല, ഒറ്റ ബൗണ്ടറിക്ക് സെറ്റ് ചെയ്യാം. ഒരുപാട് ആൾക്കാർ ഹൈവേയിൽ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആവശ്യക്കാർ വിളിക്കുക.